എരിക്കുളം വലിയപാറയിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിലാചിത്രങ്ങൾ കണ്ടെത്തി. മൂർച്ചയുള്ള ആയുധം കൊണ്ട് കോറിയിട്ടതെന്ന് കരുതുന്ന പരുന്തിന്റെയും പാമ്പിന്റെയും ചിത്രങ്ങളാണ് കണ്ടെത്തിയത്. ഇതോടെ ജില്ലയിൽ നിന്ന് മാത്രം കണ്ടെത്തിയ ശിലാചിത്രങ്ങൾ 200 കവിഞ്ഞു. ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന മടിക്കൈ പഞ്ചായത്തിലെ എരിക്കുളം വലിയപാറയിലെ ശിലാചിത്രമായ തോരണം അന്വേഷിച്ചെത്തിയ ഗവേഷകർ പുൽമേടുകൾക്കിടയിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് കോറിയിട്ടതെന്ന് കരുതുന്ന പരുന്തിന്റെയും പാമ്പിന്റെയും ചിത്രങ്ങൾ കണ്ടെത്തി. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര അധ്യാപകനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്ത്, പ്രാദേശിക പുരാവസ്തു ഗവേഷകൻ സതീശൻ കാളിയാനം, ബറോഡ സർവകലാശാലയിലെ പുരാവസ്തു വിഭാഗം വിദ്യാർത്ഥികളായ അനഘ ശിവരാമകൃഷ്ണൻ, അസ്ന ജിജി എന്നിവർ നടത്തിയ നിരീക്ഷണത്തിലാണ് ശിലാചിത്രങ്ങൾ കണ്ടെത്തിയത്. സമീപത്തായി മനുഷ്യന്റെ മുഖത്തിനോട് സാദൃശ്യമുള്ള അവ്യക്തമായ രൂപവും കൊത്തിവച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ രത്നഗിരി മുതൽ വയനാട് വരെ ചെങ്കൽപ്പാറകളിൽ സമാന രീതിയിലാണ് പ്രാചീന മനുഷ്യർ ശിലാചിത്രങ്ങൾ വരച്ചു വച്ചിട്ടുള്ളത്. മഹാരാഷ്ട്രയിലെ കൊങ്കൺ തീരത്തിന് സമീപത്തുള്ള ചെങ്കൽപ്പാറകളിൽ കാണപ്പെടുന്ന 1000-ലധികം ശിലാചിത്രങ്ങൾക്ക് 12,000-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് പുരാവസ്തു ഗവേഷകരുടെ നിഗമനം. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈ പഞ്ചായത്തിൽ വലിയപാറയിൽ മുമ്പ് തന്നെ തോരണം കൊണ്ട് പ്രസിദ്ധമായൊരു റോക്കാട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെയാണ് നിരീക്ഷണം നടത്തിയപ്പോൾ ഒരു പരുന്തിൻ്റെ രൂപവും ഒരു പാമ്പിൻ്റെ രൂപവും ദൃശ്യമായത്. മുൻകാലങ്ങളിൽ ഇവിടെ വന്നിരിക്കുന്ന മനുഷ്യന്മാർ വിശ്രമം ചെലവഴിക്കുമ്പോൾ ഇവിടെ വന്നിറങ്ങുന്ന പരുന്തിനെയും പാമ്പിനെയും കണ്ടിട്ട് ആ രൂപം കൊത്തിയെടുത്തതായിരിക്കുവാനാണ് സാധ്യത. നല്ല മൂർച്ചയുള്ള ആയുധം കൊണ്ടാണ് കൊത്തി ഉണ്ടാക്കിയവയാണ് ഈ രൂപങ്ങൾ. പിന്നെ ഈ പാറ വളരെയധികം ഹാർഡാണ്. അതുകൊണ്ട് മാത്രം നമുക്കറിയാം ഇവിടെ മാത്രമാണ് പുല്ല് വളരാത്തത്. ബാക്കിയെല്ലാം പുൽമേടാണുള്ളത്. ഈ ഒരു പ്രദേശം ഒഴിച്ച് ബാക്കിയെല്ലായിടത്തും ചുറ്റുവട്ടത്തും പുല്ലുകളുണ്ടെങ്കിലും ഇവിടെ പുല്ലുമാറ വരാതിരിക്കാൻ വേണ്ടി അത്രമാത്രം ഹാർഡായ ഒരു പാറയിലാണ് ഇവർ ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. രത്നഗിരി മുതൽ വയനാട് വരെ കാണപ്പെടുന്ന റോക്കാട്ടുമായിട്ട് സാമ്യതയുള്ള മാർക്കുകളാണ് ഇവിടെ ചിത്രം വരക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എരിക്കുളത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ വിശ്രമവേളകളിൽ പുൽമേടുകൾ നിറഞ്ഞ വിശാലമായ വലിയ പാറയിൽ ഇരതേടി പറന്നിറങ്ങുന്ന പരുന്തിന്റെയും പുല്ലുകൾക്കിടയിലൂടെ ഇഴഞ്ഞു നീങ്ങുന്ന പാമ്പിന്റെയും രൂപങ്ങൾ കൊത്തിവെച്ചതായിരിക്കാനാണ് സാധ്യത. മരച്ചില്ലയിൽ പറന്നിറങ്ങുന്ന രീതിയിൽ ഒരു കാൽ പുറത്തേക്ക് നീട്ടിയാണ് പരുന്തിന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുള്ളത്. നീലേശ്വരം ആലിൻകീഴിലെ പാമ്പുകൊത്തിപ്പാറയിലെ സർപ്പത്തിന്റെ ശിലാചിത്രത്തോട് സാമ്യമുള്ള രൂപമാണ് വലിയ പാറയിലെ സർപ്പത്തിന്റെ ചിത്രത്തിനുള്ളത്. കാഞ്ഞിരപ്പൊയിലിൽ 40-ലധികം ജോഡി പാദമുദ്രകൾ കഴിഞ്ഞ വർഷം കണ്ടെത്തിയിരുന്നു. പുതിയ കണ്ടെത്തലുകളോടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് മാത്രം കണ്ടെത്തിയ ശിലാചിത്രങ്ങൾ 200 കവിഞ്ഞു. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം.